നമസ്കാരം, ലേഡീസ് അവറിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ ഗിരീഷ്, കാട്ടാക്കട മിസ് വേൾഡ് എന്ന ബ്യൂട്ടി പാർലർ 12 വർഷമായി ഞാൻ നടത്തുകയാണ്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു ഹെയർ സ്റ്റൈലാണ്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ. കുട്ടികൾക്കും വലിയ മുതിർന്ന ആൾക്കാർക്കും നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ആദ്യം തന്നെ നമ്മൾ ഇയർ ടു ഇയർ എടുക്കുക. പാർട്ടീഷൻ ചെയ്ത ശേഷം ഫസ്റ്റ് ഓരോ സൈഡിൽ നിന്നും കുറച്ച് മുടി വീതം എടുക്കുക. എടുത്ത് നന്നായിട്ട് പിന്നുക. ഇവിടെ നന്നായി ചീപ്പ് വെച്ച് ഒരല്പം ഉയർത്തി കൊടുക്കണം, അല്ലെങ്കിൽ മുടി ഫുൾ ഡൗൺ ആയിരിക്കും. കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ആ സൈഡൊന്ന് ഉയർന്നു കിട്ടും. അപ്പോൾ മുഖം നന്നായിട്ട് ഭംഗിക്കിരിക്കും. ഇതുപോലെ നമുക്ക് അടുത്ത സൈഡും ചെയ്യാം. ഇയർ ടു ഇയർ എടുക്കുക, പാർട്ടീഷൻ ചെയ്ത് മുടിയെടുക്കുക. ഫ്രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യി കൊടുക്കണം. വീണ്ടും അതുപോലെ ഓരോ മുടി എടുക്കുമ്പോഴും കുറച്ച് മുടി വീതം എടുത്ത് അതിനോട് ചേർക്കുക. മുടിയും ഡൗൺ ആവാതെ നന്നായിട്ട് ഇടയ്ക്ക് ചെയ്യി കൊടുക്കുക. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരു ടീനേജ് കുട്ടികൾക്കൊക്കെ നന്നായിരിക്കും ചെയ്താൽ. ഏത് ഡ്രസ്സിന് നമുക്ക് മാച്ചാവും. പിന്നെ കല്യാണം, നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷൻ, അതിന് ഒരു റിസപ്ഷൻ ഇതായിട്ടും നമുക്ക് ഉപയോഗിക്കാം. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മുടി ഓപ്പൺ ഹെയർ ആയിട്ട് ലാസ്റ്റ് നമുക്ക് ഇടുകയും ചെയ്യാം. എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യണം, ബാക്കിൽ ചെയ്യണമെന്നുള്ളവർക്കും ഫ്രണ്ടിൽ ചെയ്താലും ചെയ്യാൻ പറ്റും.
വേണമെങ്കിൽ നമുക്ക് ഇതിലെല്ലാം ഓരോ ബീഡ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കാണാൻ. അതുപോലെ ബാക്ക് സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഹെയർ സ്റ്റൈലായിട്ട് ചെയ്യാം. അതിനൊപ്പവും ഫ്രണ്ട് കാണാൻ നല്ല രസമായിരിക്കും. ഫുള്ള് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ഹെയറിലും ഉപയോഗിക്കാം. പിന്നെ അല്ലാണ്ട് നമുക്കൊരു ഫങ്ഷന് പോകണം, ബാക്കി ഒരു ഫ്രഞ്ച് പ്ലേറ്റ്, ഒരു സൈഡ് പ്ലേറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി ലെങ്ത്തുള്ള മുടിയായാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എന്നാൽ നമുക്ക് ഈ മുടിയിലൊന്ന് ചെയ്ത് കാണിക്കാം. ഒരു സൈഡിൽ ആ പിന്നൽ വന്നാൽ വൺ സൈഡായിട്ട് നമുക്ക് മുടി ഇങ്ങനെ ഇട്ടിട്ട് റിസപ്ഷനിലെല്ലാം നിൽക്കും. ഒരു സൈഡിലോട്ട് വച്ചിട്ട് പിന്നെ മുടി കുറച്ച് വീതം നേരത്തെ എടുത്തതുപോലെ കറക്റ്റ് ചെയ്തെടുത്ത് ഈ സൈഡിലോട്ട് വരുമ്പോൾ പിന്നെ വയ്ക്കും. ഇത് നമുക്ക് കുട്ടികൾക്കല്ല, വലിയ ആൾക്കാർക്കും ഇത് എന്തെങ്കിലും ഫങ്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് ലോങ് ഹെയർ ആയാൽ കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടും. കുറച്ച് മുടിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിനൊരു നീറ്റ്നെസ് അത്ര കിട്ടാത്തത്. കുറച്ചുകൂടെ ലോങ് മുടിയാവുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പിന്നാൻ മുടി കാണും. ബാക്കി മുടി നമുക്കിങ്ങനെ അങ്ങ് സാധാ പിന്നൽ പോലെ പിന്നിടാം. ഇത് നല്ല ലോങ് ഹെയർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. ഒരു റിസപ്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഫുള്ള് ഇവിടെ എല്ലാം ബീഡ്സ് വയ്ക്കാം. അതുപോലെ ഇവിടെ നിന്ന് അറ്റം വരെയും നമുക്ക് പേളോ ഏതെങ്കിലും ബീഡ്സോ ഒക്കെ വയ്ക്കാം. കറക്റ്റ് ചെയ്യുമ്പോൾ ഈ സൈഡൊക്കെ കുറച്ചും കൂടെ ഒന്ന് ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു ഓപ്പൺ ഹെയറിൽ വേണേലും ഇത് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് കുറച്ച് ലോങ് ഹെയർ ആയാൽ കുറച്ചുകൂടെ പിന്നിയിട്ടാൽ കുറച്ച് നല്ല ഭംഗിയായിരിക്കും. ഒരു ലാച്ചയോ ഏത് ഡ്രസ്സിനോടായാലും നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണിത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് വേറൊരു ഇതുമായിട്ട് വരാം.